27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ഭാഗ്യം അനുകൂലമായി നിൽക്കും. ഉത്തരവാദിത്തത്തോടുകൂടി ജോലികൾ ചെയ്തു തീർക്കും. വിദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കുന്നതായിരിക്കും. ശത്രുജയം ഉണ്ടാകും. ക്രയവിക്രയങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. വാഹന ഭാഗ്യം അനുഭവത്തിൽ വരും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കലാപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കും. ജോലിക്കുള്ള അറിയിപ്പുകൾ കിട്ടും. പ്രണയ സാഫല്യം ഉണ്ടാകും. ധനപരമായ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാവിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ദാമ്പത്യ സുഖ കൂടുതൽ, രോഗശാന്തിയും മനസ്സമാധാനവും, ധനപ്രാപ്തിയും ജോലി ലഭ്യതയും സുഖ സൗകര്യങ്ങളും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതയും ഇന്നേ ദിവസം കാണുന്നു. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സാമ്പത്തികമായി മേന്മയുള്ള സമയമാണ്. ഹോട്ടൽ രംഗത്ത് ഉള്ളവർക്ക് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. കുടുംബസുഖം ഉണ്ടാകും. ബന്ധുഗുണം ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് കുറവ് വരും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മകൾക്ക് വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അകലും. വാഹനഭാഗ്യം സിദ്ധിക്കും. പ്രവൃത്തി നേട്ടത്തിന് കഠിനമായ പരിശ്രമം വേണ്ടിവരും. കലാരംഗത്തുള്ളവർക്ക് നേട്ടം. ആരോഗ്യപരമായി നല്ല സമയം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് നിന്നും അഭിമാനവും അംഗീകാരവും അതുപോലെ തന്നെ സമ്മാനങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ വിഷയങ്ങളിൽ സുഖം അനുഭവത്തിൽ വരും. ശത്രുക്കൾ നിഷ്പ്രഭരാവും. വിജയം, പ്രശസ്തി എന്നിവ ഇന്നത്തെ ദിവസം ഉണ്ടാകും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും. അസ്ഥിവേദനയ്ക്ക് നേരിയ തോതിൽ ശമനം ഉണ്ടാകും. വിദേശവാസം ഗുണം ചെയ്യും. ധനപ്രാപ്തി ഉണ്ടാകും. ഔദ്യോഗികമായി ആനുകൂല്യങ്ങൾ ലഭിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വാഹന ക്രയവിക്രയങ്ങളിൽ ലാഭവും നേട്ടവും ഉണ്ടാകും. സർക്കാർ ആനുകൂല്യം ലഭിക്കും. മനോദുരിതത്തിൽ നിന്നും മോചനം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം കളിയാടും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സ്വന്തം കൗശലം കൊണ്ട് ദുഷ്കരമായിരുന്നു എന്ന് കരുതിയ സംഗതികൾ വരുതിയിലാക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ അറിയിപ്പ് ലഭിക്കും. കാര്യങ്ങൾ അനുകൂലമാകും. പ്രവർത്തന വിജയം ഉണ്ടാകും. അടുത്തത് മകം നക്ഷത്രമാണ്. സമ്മാനാദികൾ ലഭിക്കും. ആഡംബര വസ്തുക്കളുടെ ശേഖരം വർദ്ധിപ്പിക്കും. കലാമത്സരങ്ങളിൽ വിജയം ഉണ്ടാകും. സുഹൃത്തുക്കൾ വർദ്ധിക്കും. ക്ഷേത്ര ദർശനം നടത്തും. ജോലിസ്ഥലത്ത് നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സന്താനങ്ങൾക്ക് അസുഖത്തിന് സാധ്യത. ജോലി കൂടുതൽ അനുഭവപ്പെടും. വിവാദങ്ങളിൽ വിജയവും രോഗശാന്തിയും ബിസിനസ്സിൽ നേട്ടവും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയുമായി സമയം ചിലവഴിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. രോഗം മൂലമുള്ള കഷ്ടപ്പാട് വർദ്ധിക്കും. പങ്കാളിയെ തൊഴിൽ സംബന്ധമായി പിരിഞ്ഞിരിക്കേണ്ടി വരും. താമസ സ്ഥലം മാറിപ്പോകേണ്ടി വരും. ജോലി നഷ്ടം ഉണ്ടാകും. യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകും. വ്യവഹാരങ്ങളിൽ പരാജയ ഭീതി അനുഭവത്തിൽ വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. പണയത്തിലിരിക്കുന്ന ഉരുപ്പടികൾ നഷ്ടപ്പെടാതെ നോക്കണം. വിവാഹകാര്യത്തിൽ അന്യരുടെ ഇടപെടലുകൾ മൂലം അസ്വസ്ഥതകൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ കലഹങ്ങൾക്ക് സാധ്യത. അതുപോലെ തന്നെ സ്ത്രീകളുമായി പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് ആഡംബര വസ്തുക്കളോട് വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതായിരിക്കും. ചെലവ് ക്രമാതീതമായി വർദ്ധിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. അന്യദേശത്ത് തൊഴിലിൽ കുഴപ്പങ്ങൾക്ക് സാധ്യത. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം. ദേഷ്യം നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അടുത്തത് ചോതി നക്ഷത്രമാണ്. ദാമ്പത്യ സുഖം, ഇഷ്ടഭക്ഷണലബ്ധി, വിനോദയാത്ര, ഭർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ സംസാരവും പ്രവൃത്തികളും അതുപോലെ തന്നെ വിശേഷപ്പെട്ട ആഹാരം എന്നിവ ലഭ്യമാകും.
അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കരാറുകളിലൂടെ ധനപ്രാപ്തി ഉണ്ടാകും. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരിക്കും. സ്ത്രീകൾക്ക് ആഡംബര വസ്തുക്കളുടെ ലഭ്യത കാണുന്നുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ചതിയിൽ അകപ്പെടും. ആഡംബരപ്രിയം കാണിക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യ പരിപാലനം നടത്തും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ജോലിഭാരം കുറയും. മറ്റുള്ളവരുടെ സഹായത്താൽ കാര്യങ്ങൾ അനുകൂലമാകും. ശത്രുക്കളുടെ പദ്ധതികൾ മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. പിതാവിൽ നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടാകും. മനസ്സുഖം അനുഭവത്തിൽ വരും. സുഹൃത്തുക്കൾ മുഖേന അംഗീകാരം ഉണ്ടാകും. നിഗൂഢ ശാസ്ത്രങ്ങളിൽ ആഭിമുഖ്യം തോന്നും. സാമ്പത്തികമായ ഉന്നതി പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂരാട നക്ഷത്രമാണ്. അന്യരുടെ പ്രയാസത്തിൽ സമാശ്വാസം കൊടുക്കും. യാത്രയിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. കലാപരമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും. വീട് പണി ആരംഭിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. പരുഷമായി സംസാരിച്ച് സ്വന്തം കാര്യം നേടും. തെറ്റിദ്ധാരണകൾ മാറും. വിവാഹ ജീവിതത്തിൽ കല്ലുകടിക്ക് സാധ്യത. ദുഷിച്ച ദിവസം ആയിരിക്കും. യാത്ര മുതലായവ മാറ്റിവെക്കേണ്ട അവസ്ഥ ഇന്നേ ദിവസം വരുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ദാനകർമ്മങ്ങൾ നടത്തും. ഇൻ്റർവ്യൂകളിൽ വിജയം. ആരോഗ്യപരമായി മികച്ച സമയം. ഉത്തരവാദിത്തബോധം കാണിക്കും. പലരും സഹായത്തിന് എത്തും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. തീരുമാനങ്ങളിൽ കർക്കശ നിലപാടെടുക്കും. വർദ്ധിച്ച ധനച്ചെലവ് ഉണ്ടാകും. നഷ്ടങ്ങളോ കഷ്ടതകളോ ഉണ്ടാകാം. അന്യരോട് കയർക്കും. ധനനഷ്ടം, കുടുംബകലഹം എന്നിവ അനുഭവത്തിൽ വരും. അടുത്തത് ചതയം നക്ഷത്രമാണ്. കുടുംബഭദ്രത കൈവരിക്കും. ജോലിയിൽ നിന്നും കൂടുതൽ വരുമാനം ഉണ്ടാകും. ദാമ്പത്യം സമാധാനപൂർണം ആകും. ആരോഗ്യം, മനസ്സുഖം എന്നിവ ലഭിക്കും. ധനലാഭം, സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും അനുകൂലമായ നിലപാട് എന്നിവ പ്രതീക്ഷിക്കാം. അടുത്തത് പൂരുരുട്ടാ നക്ഷത്രമാണ്. ധനം സമ്പാദിക്കുവാൻ നന്നേ ബുദ്ധിമുട്ടും. കർമ്മരംഗത്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. പ്രമോഷൻ ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. കുടുംബത്തിൽ സമാധാനം കിട്ടത്തക്കവണ്ണമുള്ള പ്രവൃത്തികൾ കാഴ്ചവെക്കും. ധനനേട്ടം, ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ ഐക്യം, സന്താനഭാഗ്യം, ധനപ്രാപ്തി, ശത്രുജയം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത എന്നിവയൊക്കെ ഇന്നേ ദിവസം കാണുന്നു. അവസാനമായി രേവതി നക്ഷത്രമാണ്. ലഹരിയുടെ ഉപയോഗം മൂലം തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാകാം. കുടുംബസുഖം ലഭിക്കുകയില്ല. പിതൃബന്ധുക്കളിൽ നിന്നും വിഷമാനുഭവങ്ങൾ വന്നു ചേരാം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.